ഹലോ ഫ്രണ്ട്സ്, മോട്ടിവേഷൻ വിത്ത് സാബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചക്ക കൂട്ടാനാണ്. പക്ഷേ ഈ ചക്ക കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നല്ല പഴുത്ത ചക്കയാണെന്ന്. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. ചക്കയുടെ കളറ് കണ്ടപ്പോൾ നല്ല പഴുത്ത ചക്കയാണെന്ന് വിചാരിച്ചു. പക്ഷേ ചക്കയുടെ കളർ കണ്ടോ? ഈ ചക്കയുടെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ചക്കയുടെ കളർ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് മുറിച്ചതാണ്. പക്ഷേ അത് ഒരു തരി മധുരവും ഇല്ല, എന്നാൽ ചക്ക നല്ല മൂപ്പായിട്ടുമുണ്ട്. പഴുത്ത ചക്കയാണെന്ന് കരുതിയിട്ട് മുറിച്ച് നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല കടും പച്ച ചക്കയാണ്. എന്നാൽ ചക്കയുടെ കളർ കാണാൻ നല്ല ഭംഗി. ഇതിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ചക്കയാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കുട്ടി കുട്ടി പ്ലാവുകളിലൊക്കെ ചക്ക ഇതുപോലെ കാണാറുണ്ട്. പക്ഷേ കളർ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. എന്നിട്ട് ഞാൻ കഴിച്ച് നോക്കി കേട്ടോ. അപ്പോൾ ഒരു തരി മധുരമില്ല. ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയ ചക്ക. അപ്പം ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ അത് കൂട്ടാൻ വെച്ചാലോ എന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചക്കയൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. എല്ലാം ചക്കയും ചക്കക്കുരും എല്ലാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചെറിയതായിട്ട് മുറിക്കുക. ചക്ക മുറിക്കുക പറഞ്ഞാൽ കുറച്ച് പണിയുള്ളത് തന്നെയാണ്. പെട്ടെന്ന് മുറിക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല. പക്ഷെ എന്നാലും എപ്പോഴും ചക്ക കൂട്ടാനൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നാടൻ കൂട്ടാനുകളും ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള ഉപ്പേരികളൊക്കെയാണ്. അപ്പോൾ ചക്ക എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ചക്ക ഒന്ന് കഴുകി കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. പിന്നെ ഇതുപോലൊരു കുക്കർ എടുത്തിട്ട് ഇതിൽ ഫുള്ളും ചക്ക കൊണ്ടില്ല കേട്ടോ, തികയില്ല ഇതിൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യം കുക്കറിൽ കുറച്ച് ചക്ക ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചു. എന്നിട്ട് അതൊന്ന് ചുങ്ങി വന്ന ശേഷമാണ് അടുത്ത കുറച്ചും കൂടി ബാലൻസ് ഉള്ള ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് പിന്നെ 2 സ്പൂണും മുളക് പൊടി ഇടുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. വെക്കാൻ പെട്ടെന്നാവും. ചക്ക മുറിക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. വെക്കലൊക്കെ വളരെ പെട്ടെന്നാണ്, അധികം പണിയൊന്നുമില്ല, വെരി സിമ്പിളാണ്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും, എത്ര ചക്ക കൂട്ടാൻ വെക്കണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ മതി. ഇതിൽ കുറച്ച് ഉണ്ട് കൂടുതൽ, അതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ടത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് എരിവ് സ്പൈസി ആയിട്ടാണ് ഇഷ്ടം. ഒരു എരിവില്ലാത്ത പോലത്തെ കറിയും ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെയൊന്നും. പിന്നെ അത് ഒറ്റ വിസിൽ അടിച്ചപ്പോഴത്തേനും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കളറ് കണ്ടോ? അതിൻ്റെ കളറാണ് ഭംഗി. നല്ല ഭംഗിയുള്ള കളറാണ്. ഒരു വിസിലടിച്ചതും നന്നായി വെന്തു. അപ്പോൾ പിന്നെ ഒരുപാട് ഉടക്കാനൊന്നും നിൽക്കണ്ട. കൂടുതൽ ഉടച്ച് പറഞ്ഞാൽ പിന്നെ അത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത അങ്ങനെ മയ്യ് പോലെ ആവും. അപ്പോൾ ചക്കയും ചക്കക്കുരും എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടി. അത് ഇതുപോലൊരു പാനിലേക്ക് മാറ്റുക. സമയം കൊണ്ട് നമുക്കവിടെ ചക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്കവിടെ തേങ്ങ അരച്ച് വെക്കാം. ഒരു മൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയിൽ ജീരകവും ഉള്ളിയും ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളിയും, അത് രണ്ടും ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അത് ചക്കയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഇത് ചക്ക എരിശ്ശേരി. എല്ലാവർക്കും കൂടെ നല്ല ഇഷ്ടപ്പെട്ട സാധനമാണിത്. എനിക്ക് അതിനേക്കാളും ചോറിൻ്റെ കൂടെ കഴിക്കണേക്കാളും കൂടുതലിഷ്ടം നമുക്ക് ഈവനിങ് ചായക്കും അങ്ങനെ നമ്മളൊരു 10-11 മണിയാകുമ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ തേങ്ങ ഒഴിച്ചിട്ട് ആ തേങ്ങ മിക്സിയിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് അടുപ്പ് കത്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ചാൽ മതി. വെന്ത് വന്ന ചക്ക നല്ല ചൂടുള്ളത് കാരണം പെട്ടെന്ന് റെഡിയാകും. ഒരുപാട് സമയമൊന്നും ആയില്ല. ഇനി തേങ്ങയുടെ ആ തിളക്കുന്ന ഒരു സമയം മാത്രം മതി. അപ്പോഴേക്കും അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഇതുപോലൊരു ചട്ടി എടുക്കുക. താളിച്ചൊഴിക്കാനാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്ത് ചെയ്യുമ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലതും ടേസ്റ്റും. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതിലേക്ക് കുറച്ച് 2-3 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കറിവേപ്പിലില്ലാത്ത കളിയില്ലല്ലോ കൂട്ടാനുകളിലേക്ക്. കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ചട്ടിയിൽ തന്നെ അങ്ങോട്ട് താളിച്ച് വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. എനിക്ക് കഴിച്ചപ്പോൾ അതിനേക്കാളും നന്നായി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ മറക്കരുത്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും. ഇനിയും ഇതുപോലുള്ള ടിപ്സുകളായിട്ട് വരാം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബായ്.